പിന്നെയും കാണാൻ കൊതിക്കുന്ന എന്തോ ഒരു മാന്ത്രികതയുണ്ട് ഈ മണ്ണിന്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തീരാത്ത അത്രയും വിശേഷങ്ങൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം നമ്മൾ തുടങ്ങി വെക്കുന്നതും വാഗമൺ ഹൈറ്റ്സിന്റെ വിശേഷങ്ങളോട് തന്നെയാണ്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്കുടക്കന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും ജീപ്പ് സവാരിയും ഒക്കെ കണ്ട് ഇനി നമ്മൾ പോകുന്നത് വാഗമൺ ഹൈറ്റ്സിന്റെ മറ്റൊരു ഫേസിലേക്കാണ്, അഡ്വഞ്ചർ പാർക്ക്. സോ അവിടെ നമ്മളെ കാത്തിരിക്കുന്ന സാഹസികത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ അഡ്വഞ്ചർ ട്രാക്കുകളിലൊക്കെ വരണം, ഇതൊക്കെ കാണണം, പക്ഷെ ഞങ്ങൾക്കൊക്കെ റിസോർട്ടിൽ നിൽക്കണം എന്ന് നിർബന്ധമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അതിനുള്ള ഒരു ഉത്തരം കൂടിയാണ് പെർഫെക്റ്റ് ആൻഡ് അഡ്വഞ്ചേഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയിപ്പോൾ അവിടെ താമസിക്കാതെ തന്നെ ഡയറക്റ്റ് ഒരു 300 രൂപ മാത്രം എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന പാർക്കിങ്ങിൽ ഇവരുടെ ജീപ്പിൽ കൊണ്ടുവരും ആൻഡ് ഈ സ്പോട്ടിലെത്തും. ഏകദേശം 10-ലധികം അഡ്വഞ്ചേഴ്സ് അല്ലേ? അതെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ 300 രൂപയുടെ ടിക്കറ്റിനകത്ത് വരുന്നത് പെഡൽ ബോട്ടിങ്ങും കയാക്കിങ്ങും മാത്രമാണ്. അതല്ലാതെ വരുന്ന റൈഡ്സിനൊക്കെ അഡീഷണൽ ചാർജ് ചെയ്യും. ആൻഡ് 10 റൈഡുകളാണ് ഇപ്പോൾ നിലവിൽ ലൈവായിട്ടുള്ളത്. മൊത്തം 12 റൈഡ്സ് ഉണ്ട്, അതിൽ 2 എണ്ണം മെയിൻ്റനൻസിലാണ്. ആൻഡ് മൊത്തം എല്ലാ റൈഡും കൂടി എടുക്കണമെങ്കിൽ അങ്ങനെയുള്ള പാക്കേജസ് ഒക്കെ ഇവിടെ നിലവിലുണ്ട്. യെസ്, സോ അതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? 999 പാക്കേജ് ഇപ്പം ആക്ച്വലി അവർ ലൈവ് ആയിട്ടില്ല. 999 പാക്കേജ് ഡിസ്കൗണ്ട് വെച്ച് 800 അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ ഇത്രയും കിടലും ക്ലൈമറ്റിലും കൂടി അല്ലേ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും നമുക്ക് മെല്ലെ പോയി തുടങ്ങിയാലോ? യെസ്. സോ ടിക്കറ്റ് റേറ്റിൽ ഉൾപ്പെടുന്ന കയാക്കിങ്ങും പെഡൽ ബോട്ടിന് പുറമെ അല്ലേ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. നമുക്ക് ഏറ്റവും അതിൽ ഇഷ്ടം തോന്നുന്നതാണ് സിപ്പ് ലൈൻ, അതുപോലെ തന്നെ ഹൈ റോപ്പ്, വാട്ടർ സോമിങ് ആൻഡ് സൈക്ലിങ്, റൈഫിൾ ഷൂട്ടിങ്, അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റിങ്ങും കൗതുകവും അഡ്വഞ്ചറും ഒക്കെ തോന്നുന്ന കുറേയേറെ സംഭവങ്ങൾ ഇവിടെ ഉൾപ്പെട്ടതാണ്. അത് കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും അല്ലേ? പക്ഷേ ഈ പാക്കേജിൽ പെടാത്ത ഒരു 2 റൈഡും കൂടെ ഉണ്ട് ഇപ്പം നിലവിൽ. ആൻഡ് ഇനി റൈഡ് മെയിൻ്റനൻസ് ഉള്ളത് വന്നു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതല്ലാതെയുള്ള 2 എണ്ണമാണ്. ഒന്ന് പെയിന്റ് ബോൾ ഗെയിം, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പബ്ജിയുടെ ഒക്കെ റിയൽ വേർഷനാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ടീമായി നിന്ന് ബോളൊക്കെ എറിഞ്ഞ് പെയിന്റായി അങ്ങനെ ഒരു ഗെയിം. പിന്നെ ഒരെണ്ണമുള്ളത് ബങ്കി ട്രാംപോളിൻ ആണ്. അത് നമ്മൾ ബെൽറ്റ് ഒക്കെ ഇട്ട് ജമ്പ് ചെയ്യുന്നൊരു സംഭവം കൂടെ. അപ്പൊ ഇതിന് 2നും ഈ പാക്കേജിൽ പെടാത്ത അഡീഷണൽ ചാർജ് 300 വെച്ച് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും തുടങ്ങാൻ പോകുന്നത് ഹൈ റോപ്പിലൂടെയാണ്. സോ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പൊ പോകുന്നത് തൽക്കാലം. ഇതിൽ ഞാൻ കയറുന്നില്ല, ഞാൻ അടുത്ത റൈഡിലാണ് കയറാൻ പോകുന്നത്. സാഹസികതയുണ്ടെങ്കിലും അതിൽ കുറച്ചുകൂടി സുരക്ഷ കൂടി ഉറപ്പ് വരുത്തുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ജാക്കറ്റ് ബെൽറ്റ് ഇട്ടും ആൻഡ് ഹെൽമെറ്റ് കൂടെ റെഡിയാണ്. സെറ്റ്. സോ റെഡി, സെറ്റ്, ഗോ. നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ക്രിസ് ആണ്. കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ഞാൻ വിട്ടുകൊടുത്തു. പോയി ചെയ്തോളൂ. കൊള്ളാം. ഇത് സംഭവം നമ്മൾ സിംഗിൾ റോപ്പിലാണ് വരുന്നത്.
നമുക്ക് കൈവിട്ട് ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല, ബെൽറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് പേടിയാവും. കൈവിട്ട് കഴിഞ്ഞാൽ ബാലൻസ് പോവോ വീഴോ എന്നൊക്കെ. വീഴില്ല, എന്നാലും പേടിയാവും. ഇത് ഞാൻ ഇടയിലൊന്ന് കൈവിട്ട് നോക്കി, പിന്നെ പേടി വന്നപ്പോ പിടിച്ചു. പിന്നെ നിർത്താൻ നോക്കിയാൽ നിർത്തിൽ നടക്കില്ല. പക്ഷെ സൈഡിൽ കൂടെ വ്യൂ കാണുന്ന സമയത്ത് കുറച്ച് എയറിൽ പോണ പോലത്തെ ഒരു ഫീൽ ആണ്. ആണല്ലേ. ഇതിന് ബ്രേക്കും ഇല്ല, ബാക്കോട്ട് ചവിട്ടാനും പറ്റില്ല. അങ്ങനെയുണ്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ പെഡലിങ് നിർത്തി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വണ്ടി നിൽക്കും. അതല്ലാണ്ട് നമ്മൾ വിചാരിച്ച വഴിക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. അടുത്ത പോവാം. ഞാൻ ഇതുവരെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അത് ട്രൈ ചെയ്തത് അല്ലെ. അഡ്വഞ്ചർ ഇനി ഒരുമിച്ചുള്ളതാണ്, ഒരു കോമ്പറ്റീഷൻ കൂടി പോരാട്ടം. ഏറ്റവും മുകളിലൊരു ബെല്ലുണ്ട്, ആ ബെല്ല് ഫസ്റ്റ് പോയി അടിക്കുന്ന ആളാണ് വിന്നർ. അപ്പൊ വാൾ ക്ലൈമ്പിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. മേലത്തെ ബെല്ലില് ആര് തൊടും എന്നുള്ളത് നോക്കാം. അതെ, ആൻഡ് ഇതില് ചെരുപ്പിടാൻ പാടില്ല. ചെരുപ്പിടിക്കോ. കയറുന്ന പോലെയല്ല, പോകും തോറും നമ്മൾ പിടിക്കുന്ന പിടുത്തത്തിന്റെ വലുപ്പം കുറയും, അതിന്റെ ഡിസ്റ്റൻസ് ഒക്കെ കൂടുതൽ തുടങ്ങും, പിന്നെ കൈയൊക്കെ മെല്ലെ വരച്ചു തുടങ്ങും. ആൻഡ് ബെല്ലടിച്ച് ചലഞ്ച് ചെയ്യാൻ പറഞ്ഞ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ആരായിരുന്നു? എന്തായാലും എക്സ്പീരിയൻസ് അടിപൊളിയാണ്. പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് നോക്കുമ്പോൾ അതല്ല, തോൽവി സമ്മതിക്കാതെയോ? തോൽവി സംബന്ധിച്ചിരിക്കുന്നു റോഹൻ ദി ഗ്രേറ്റ്. അപ്പൊ എന്തായാലും കേറും തോറും ഈ പറഞ്ഞ പോലെ അതിന്റെ ഡിസ്റ്റൻസ് കൂടുന്നു, പിടിക്കാൻ പറ്റുന്നില്ല. അതെ, കൈ ഇപ്പോഴും ചെറിയൊരു ഷിവറിങ് ഉണ്ട്. ആ ഒരു നമ്മൾ വല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് പിടിച്ചതിന്റെ. എന്തായാലും കൊള്ളാം. ഫസ്റ്റ് കയറിപ്പോയി, അതിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തോട്ട് പോവാം. ഇവിടെ അഡ്വഞ്ചർ കുറെ ഉണ്ടെങ്കിലും അല്ലെ, നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ ലാസ്റ്റ് അഡ്വഞ്ചർ ട്രാക്കിലോട്ട് പോവാണ്. അഡ്വഞ്ചർ പക്ഷേ ഒപ്പം എനിക്ക് പറഞ്ഞുകൂടി ഫൺ ട്രാക്ക് ആണെന്ന് എനിക്ക് പറയാൻ താല്പര്യം അല്ലേ. കയാക്കിങ്ങിലാണ്. എന്തായാലും കയാക്കിങ്ങിൽ പോയിട്ട് നമ്മൾ കുറച്ച് തുഴഞ്ഞു വരാം. അപ്പോ തുഴയാൻ റെഡിയാണോ? രണ്ടുപേരും തുഴയാൻ റെഡിയാണ്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ജാക്കറ്റ് വേണം. പ്രകൃതി ഒരുക്കുന്ന കാഴ്ചകൾക്കൊപ്പം തന്നെ വിശ്വാസ മൂല്യങ്ങൾ കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഇടമാണ് വാഗമൺ. അത്തരത്തിലൊരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്, തങ്ങൾപ്പാറ. അഫ്ഗാനിസ്ഥാൻ സൂഫി സന്യാസിയായിരുന്നുള്ള ഷെയ്ഖ് ഫരീദുദ്ദീൻ 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതെ, 800 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ അനുയായികളോടൊപ്പം ഇവിടെ വന്ന് താമസമാക്കി അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലൊക്കെ ആരംഭിച്ചു. അതിനുശേഷം ഇവിടെ അദ്ദേഹത്തിന്റെ പഠനം പരക്കെ വ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ സംസ്കാരവും അദ്ദേഹത്തെ ഇവിടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേകതയും കൂടിയുണ്ട്, ഇതിൽ വെള്ളം ഒരിക്കലും വറ്റാറില്ല എന്നും കൂടെ അവർ പറയുന്നുണ്ട്. ചെറിയ ഒരു ഈർപ്പം അല്ലെങ്കിൽ നനവ് എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇത് വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്
വിശ്വാസം. അതിനൊപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ഖബറും ചെറിയൊരു മസ്ജിദും ഒപ്പം ഒരു കിണറുമായിട്ടുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പിൽഗ്രിം ടൂറിസത്തിന് പ്രശസ്തമാണ് ഈ സ്ഥലം എന്ന് കൂടി ഏറെ ശ്രദ്ധയോടെ അല്ലെ. വിശേഷ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് അവരുടെ ആ ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി. കാഴ്ചകളിലേക്ക് പോവാം. അതെ. വാഗമൺ കാണാൻ രാത്രി എന്താ ഉള്ളത്, പകൽ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. DTPCയുടെ ഫ്ലവർ ഗാർഡൻ ആൻഡ് അഡ്വഞ്ചർ പാർക്ക്. പറഞ്ഞു വരുന്നത് നമ്മൾ പകൽ കാഴ്ചകൾക്കൊപ്പം തന്നെ രാത്രി അതിന്റെ ലൈറ്റിങ്ങും ഫൗണ്ടനായിട്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ നൽകുന്നത്. ഒരേ സ്ഥലം നമ്മൾ ഗാർഡനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ഇവിടെ ഫ്ലവേഴ്സ് മാത്രമല്ല, ലൈറ്റ് കൊണ്ടും വെള്ളം കൊണ്ടും വരെ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതും ഈവനിങ്ങിൽ. എല്ലാ ഫ്ലവർ ഗാർഡൻസും 6 മണിക്ക് ക്ലോസ് ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ തൊട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ അടിപൊളിയാണ്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലയിടത്തും എത്തുമ്പോൾ ഒരു ടിക്കറ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. പക്ഷേ ഇവിടെ പകൽ വരുന്നവർക്ക് ഒരു ടിക്കറ്റും നൈറ്റ് വരുമ്പോൾ വേറെ ആയിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, പകൽ ഫ്ലവർ ഗാർഡനും അഡ്വഞ്ചറിലൊക്കെ പോയി കാണാൻ പറ്റും. അതിനാണെന്നുണ്ടെങ്കിൽ 60 അഡൾട്ടിന്, ഒപ്പം തന്നെ ചിൽഡ്രൻ ആണെങ്കിൽ 30 ആണ്. വൈകിട്ടാണ് നമ്മുടെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റിലും ചെറിയൊരു മാറ്റമുണ്ട്. 100 ആണ്, ഒപ്പം തന്നെ ചൈൽഡിന് 50 ആണ്. 4 മണി മുതൽ ഒരു സ്പെഷ്യൽ റേറ്റ് വരും. അത് ഫ്ലവർ ഗാർഡനിലേക്കുള്ള മാത്രം റേറ്റ് ആണ്. അഡ്വഞ്ചർ പാർക്കിലേക്കാണെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതെ. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ പോയി കണ്ട് തന്നെ ആ വിശേഷങ്ങൾ അറിയാം. കുന്നിൻചെരുവിലെ ഫ്ലവർ ഗാർഡനിലെ ആദ്യ കാഴ്ചകളിലേക്ക് ഒന്ന് നമ്മൾ ക്ഷണിക്കുന്നത് ഇതാ ഈ ഓർക്കിഡ് ഗാലറി തന്നെയാണ്. 2 സൈഡിലായിട്ട് ഭയങ്കര തിക്കായിട്ട് എനിക്ക് ഉപരിയായിട്ട് ഇപ്പം നമുക്ക് കുറച്ചുകൂടി ആശ്വാസം കിട്ടുന്ന ആ വെയിലത്ത് നിന്ന് കയറി വന്നിട്ടൊരു ഫീൽ ഉണ്ട്. അപ്പം തന്നെ കളർഫുൾ ആയിട്ട് ഇനി ഇരിക്കുക അല്ലേ. അതെ, 2 സൈഡിലും ഒരു ഏകദേശം ഒരു 6-7 റേഞ്ച് അല്ലേ, ഒരു 6-7 വെറൈറ്റികളിൽ കളർഫുൾ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഓരോ ലെവലിലും ഓരോ കളേഴ്സാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ വ്യൂ. പൂക്കൾ എന്നുള്ളത് എല്ലാ കാലവും കാണാൻ ഇമ്പമുള്ള കാഴ്ചയാണ് നമുക്ക് തരുന്നത്. ആ കാഴ്ചകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് ഒരു ഫാമിലി കൂടെ നമ്മുടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമസ്കാരം. യെസ്, എന്താ പേര്? എങ്ങനെയാ? എന്റെ പേര് ജസ്റ്റിൻ. എന്റെ പേര് ദിവ്യ. ഒരാൾ കൂടി ഉണ്ടല്ലോ. പേര് പറഞ്ഞേ. മിലൻ. യെസ്. എവിടുന്ന് വരുന്നു? ഞങ്ങൾ തിരുവല്ല. എങ്ങനെ വാഗമൺ ട്രിപ്പിലാണോ അത് എവിടെയെങ്കിലും പോകുന്ന വഴി ഇങ്ങനെ ജോയിൻ ചെയ്താണ്? എങ്ങനെയാ? അല്ല, ഞങ്ങൾ ജസ്റ്റ് അപ്പൊ 2 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് എങ്ങനെ വാഗമണിലേക്ക് വരാൻ നിർത്തി വന്നാണ്. അതെ അതെ. സാധാരണ ഈ ലീവ് ഉള്ളപ്പോ ട്രിപ്പ് പോണ സമ്പ്രദായം ഉണ്ട്. പോകാൻ വേണ്ടി ലീവ് എടുക്കുന്നുണ്ട്. ഏതാ കൂടുതൽ സംഭവിക്കാറേതാ? ട്രിപ്പ് പോകാൻ വേണ്ടി നമ്മൾ ലീവ് എടുത്തിട്ട് വന്നതാണ്. അതാണ് കൂടുതൽ നടക്കാറുള്ളത്. അവിടെ ഒരാൾ വയലന്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആൾക്ക് വേണ്ട സാധനം കിട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇടയ്ക്ക് പിടിച്ച് നിർത്തിയ വിശേഷം നമ്മൾ നിർത്തിയതിന്റെ ഒരു മിലൻ
സെറ്റാക്കാൻ നമുക്ക് ചോക്ക്. പോയ ആളെ നമ്മൾ എടുത്തോണ്ട് വന്നതാണ്. അതെ. ഇവിടെ വാഗമൺ കാഴ്ചകൾ എന്താ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത് എന്താ ഇഷ്ടം? ഇപ്പൊ അഡ്വഞ്ചർ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നൈസാണത്. ഇഷ്ടപ്പെടുന്ന ആളാണ്. അതെ അതെ തീർച്ചയായിട്ടും. ആദ്യമായിട്ടാണെങ്കിൽ മുന്നേ പോയിട്ടുണ്ട്, ഇല്ല വേറെ എവിടെയും പോയിട്ടില്ല. ഈ വാഗമണിനാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ഓക്കെ, ഫസ്റ്റ് ടൈം വന്നു, ഇഷ്ടപ്പെട്ടു. അപ്പൊ എഗെയിൻ വീണ്ടും വന്നതാണ്. വന്ന റൈഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ് ഏതാ? നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. മറ്റേ പാരാഗ്ലൈഡിങ് ആക്ച്വലി നൈസാണ്. പിന്നെ ഇത് പൊതുവെ ഹൈറ്റിനോട് പേടിയുള്ള ആളാണ്. അതെ അതെ, ഇനി നെക്സ്റ്റ് ടൈമില് അത് അല്ലേ പേടി മാറ്റി കൊടുക്കണം. പേടി മാറ്റി കൊടുക്കണം. നെക്സ്റ്റ് ടൈം ഈ വട്ടം ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നുള്ളൂ അല്ലേ? ഇപ്രാവശ്യം ഡേഞ്ചർ ആയതുകൊണ്ട്. യെസ്. അപ്പൊ എന്തായാലും ഒരാളവിടെ പിണങ്ങി പോയിട്ടുണ്ട്. അപ്പൊ ആളുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ടും കുറച്ചൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അല്ലെ, ഗിഫ്റ്റ് ഒക്കെ തരാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ചെറിയൊരു കടമ്പ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. അതെ, ഒരു ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ഒരു മിനിമൽ പോസ്റ്റർ കാണിക്കും. സോ ആ പോസ്റ്റർ കണ്ട് ഏതാണ് മൂവി എന്നുള്ളത് ഗസ് ചെയ്യണം. റെഡി? സോ ഇതാണ് ശ്രീനിവാസന്റെ പടമായിരുന്നല്ലോ. ഇതിലൊരു ഡയലോഗും കൂടി ഉണ്ട്. ആ ഡയലോഗ് ഒന്ന് അതേ ടോണിലൊന്ന് പറയാൻ പറ്റുമോ? പോരട്ടെ? ചേച്ചി ഒന്ന് try ചെയ്തോ. ഒച്ച ഫോട്ടോയിൽ കിട്ടില്ല മിസ്റ്റർ. ഓക്കെ. ഏതായിരുന്നു ഏത് ഫിലിമിലെയാണ്? ആരാ ഹീറോ? ശ്രീനിവാസൻ. ഉറപ്പാണ്. ഹീറോയിൻ ആരാണ്? ഹീറോയിന് പാർവതി. അവര് രണ്ടു പേരുള്ള ഫ്രെയിം ഒക്കെ ഭയങ്കര ഹിറ്റ് ഫ്രെയിമാണ്, വൈറൽ ഫ്രെയിമാണ്. എന്നൊരു കാര്യം ചെയ്യ്, ആ ഫ്രെയിം ഒന്ന് ഇവരൊന്ന് കാണിച്ചു തന്നാലോ? അല്ലേ? അയ്യോ, അത് കൊള്ളാം. ഒന്നുകൂടെ അലച്ച കിട്ടും. ഞാൻ പുതിയ വീക്കാണ്. നമ്മൾ എത്ര ദിശകളുണ്ട് മൊത്തത്തില്? ഉത്തരം വന്നു. വടക്ക് നോക്കി യന്ത്രം. ആണോ? അതെ അതെ അതെ. അങ്ങനെ പേര് സിനിമ ഉണ്ടോ? ഉറപ്പാണ്. ആണോ ചേച്ചി? ഉറപ്പിക്കാം. അതെ തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ട് ഇങ്ങനെ അത്ര ഇഷ്ടപ്പെട്ട ഫ്രെയിം സിനിമ ഗസ് ചെയ്യാൻ നാവിൻ തുമ്പത്തിങ്ങനെ നിൽക്കുന്നു. റൈറ്റ് ആൻസർ പറഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാൻ നേരം നമ്മുടെ പിണങ്ങി പോയാൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഓർഗാനിക് ബനാന പൗഡർ നൽകുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. താങ്ക് യു പറഞ്ഞാൽ അടുത്ത ഗിഫ്റ്റ് കിട്ടില്ല കേട്ടോ. ചേച്ചിയുടെ ഡയറി മിൽക്ക്. ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ആളെന്തായാലും ഹാപ്പി. അപ്പൊ ഇനി നിങ്ങൾ രണ്ടുപേരും കൂടെ വാങ്ങിച്ചോ. സൂര്യ കോമഡിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇനിയും കാണാം. നെക്സ്റ്റ് ടൈം കാണുമ്പോ പേടിക്ക് മാറി ചെയ്യുന്ന വിഷയം നമുക്ക് കാണാം. ഓക്കെ ബൈ. യെസ്. അങ്ങനെ നമ്മൾ ഈ ഒരു പൂക്കളുടെ ഇടയിലുള്ള പാത്വയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് ഇവിടെയുള്ള ബാക്കിയുള്ള അട്രാക്റ്റീവ് സാധനങ്ങളോട്ട് കാണാൻ പറ്റുക. എന്നാൽ ഒന്നാണ് മൗണ്ടെയിൻ, അതുപോലെ തന്നെ 360 ഡിഗ്രി വാച്ച് ടവർ. പിന്നെ എന്തൊക്കെയല്ലേ? പിന്നെതാ ബോർഡുണ്ട്, ഡാം വ്യൂ പോയിന്റ് ഉണ്ട്, ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. ആൻഡ് പൂക്കളുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ ഫോട്ടോ എടുക്കാതെ പോയില്ല അല്ലേ? സോ അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഫോട്ടോ ബൂത്തുകളൊക്കെ അറേഞ്ച് ചെയ്തു. നമ്മൾ ആദ്യം തന്നെ അതിൽ 2024 ഒരു ഫ്രെയിം നമ്മൾ കണ്ടു. ബാക്കി പോയിന്റുകൾക്ക് മെല്ലെ മെല്ലെ കയറുമ്പോഴാണ്. സോ പോയി കാണാം അല്ലേ? ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഈ ഒരു പാത്വേ കൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നടപ്പാത കയറി വരുമ്പോഴും ഇവിടുത്തെ മെയിൻ അട്രാക്ട് ചെയ്യുന്ന ഓരോ പോയിന്റിലോട്ട് എത്തും. അത്തരത്തിലൊന്നാണ് നമുക്ക് പുറകിൽ കാണുന്ന ഒരു ഫോട്ടോ ഫ്രെയിം, ഒരു ഫോട്ടോ പോയിന്റ് എന്നുള്ള രീതിയിലേക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. മെല്ലെ സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ എയർ നിൽക്കുന്ന പോലെ ഒരു സ്കൈയിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് ഫ്രെയിംസ്, ഇരുമ്പിൻ്റെ ഫ്രെയിംസ് ഒക്കെ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈവനിങ്ങിൽ ഒരു 4 മണിക്ക് ശേഷമാണെങ്കിൽ ഇത് ഫുള്ള് ലൈറ്റ് ഇട്ട് ആ ഒരു ചെറിയൊരു സൂര്യവെളിച്ചത്തിലും ഒപ്പം ഈ ഒരു ഫ്രെയിമിൻ്റെ ലൈറ്റും കൂടെ ആകുമ്പോൾ ഫോട്ടോ ബൂത്ത് കറക്റ്റ് ആ ഒരു വിചാരിച്ച ഒരു ഫ്രെയിം നമുക്ക് കിട്ടും. ആൻഡ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രെയിമുകളൊക്കെ നിൽക്കുന്നത്. സോ നടക്കാം.
ഉയരമുള്ള കുന്നിന് മുകളിൽ അതിനേക്കാൾ ഉയരമുള്ള ഒരു കാഴ്ച. അതാണ് ആക്ച്വലി 360 ആംഗിളിലുള്ള ഈ ഒരു വാച്ച് ടവർ നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഇനി പോകാൻ പോകുന്ന അഡ്വഞ്ചർ പാർക്കിൻ്റെ ആണെങ്കിലും പാരഗ്ലൈഡിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡാം, ഇതിൻ്റെ ഒക്കെ ഒരു വ്യൂ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആൻഡ് ഈ ഫ്ലവർ ഗാർഡന്റെ തന്നെ വ്യൂ നമുക്ക് മൊത്തത്തിൽ ഇവിടെ കാണാം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഡ്വഞ്ചർ റൈഡുകൾ കുറച്ചൊക്കെ ദേ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അല്ലേ അങ്ങോട്ട് പോകാൻ വേണ്ടി. സോ ഇനി നമ്മൾ എന്തായാലും ഈ ഫ്ലവർ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത അഡ്വഞ്ചർ പാർക്കിലോട്ട് പോകാൻ പോവാണ്. സോ പോവാം. അപ്പോൾ അവിടെ കാണാം. ഫ്ലവേഴ്സ് ഗാർഡനിൽ നിന്ന് വിദൂരമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാഴ്ച തേടി വന്നതായിരുന്നു നമ്മളിവിടെ. അതിൻ്റെ സാഹസ് തേടി ഒരു മണ്ണിലേക്ക് എത്തിയതായിരുന്നു. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവിടെ എത്തുമ്പോൾ ഇതാണ് അവസ്ഥ. നല്ല കോടമഞ്ഞ് ആദ്യം വന്ന് ഇറങ്ങി, പിന്നെ തുടരെ മഴയും. കുറെ നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ പൊടിമഴയായിരുന്നു. അത് നമ്മൾ പോയതിനു ശേഷം റൈഡിൽ കയറാൻ വിചാരിച്ചാണ് വന്നെങ്കിൽ മഴ കൂടാണ് ഉണ്ടായത്. ആൻഡ് കോടമഞ്ഞ് കാരണം നമുക്ക് വ്യൂ വരെ മിസ്സായി. അതെ, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അഡ്വഞ്ചറിലെ തന്നെ കുറേയേറെ വിസ്മയങ്ങളോടെ നമ്മൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ കണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയൊരു കാര്യം കൂടിയാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പക്ഷെ അത് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു